നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. സാഹിത്യ ചിന്തയുടെ ഒരു ദിവസമാണിന്ന്. ഇന്ന് സാഹിത്യപരമായിട്ട് നോക്കിയപ്പോൾ എനിക്കൊരു എന്താ പറയണ്ടേ, ഒരു നല്ല ശ്ലോകം, നല്ല സുഭാഷിതം എന്ന് പറയാം, ഒരു സുഭാഷിതം പറയണമെന്നാണ് ആഗ്രഹമുണ്ടായത്. ആ സുഭാഷിതത്തിൻ്റെ ശ്ലോകം ഞാനൊന്ന് പറയാം. ഇത് വളരെ എല്ലാ മഹാന്മാരും ഒക്കെ അനുവർത്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൃഢനിശ്ചയം, ലക്ഷ്യത്തിലെത്തുന്നതിനുള്ള ആ ദൃഢനിശ്ചയം, അതേപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു നല്ല ശ്ലോകമാണിത്. രഥൈർമഹാർഹൈ തുഷുവൂർണദേവ, രഥൈർമഹാർഹൈ തുഷുവൂർണദേവ, നഭേജിരേ ഭീമവിഷേണ ഭീതിം, സുതാം വിന പ്രയയൂർവിരാമം ന നിശ്ചിതാർത്ഥാദ്വിരമന്തി ധീര. എന്താ പറയണേ ഇവിടെ? ധീരന്മാരായവരെ പറ്റി, വീരന്മാരായവരെ പറ്റി, ദേവന്മാരായവരെ പറ്റി ഒക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 4 വരിയിൽ ഇവരൊക്കെ ഉണ്ട്. നോക്കൂ, രഥൈർ മഹാർഹൈ. രഥൈ എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ. എങ്ങനെ? മഹാർഹൈ, വിലമതിക്കാൻ പറ്റാത്ത അത്ര വിലപിടിപ്പുള്ള രത്നങ്ങളും. പിന്നെ തുഷപൂർണ ദേവ, ദേവന്മാരൊട്ടും പ്രസാദിച്ചില്ല. എന്താ ഇത് പറയുന്നത്? ഈ ശ്ലോകത്തിലെ ഈ വരി സൂചിപ്പിക്കുന്നത്, പാലാഴി മഥനകാലത്ത് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് പാലാഴി കടയുണ്ടായി. അമൃത് കിട്ടുക, അമൃത് ലഭിക്കുക, അതാണ് അവരുടെ ആവശ്യം. അമൃത് ലഭിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം. കാരണം ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട് ദേവന്മാർക്ക് ജരാനരകൾ വന്നു. ജര എന്ന് പറഞ്ഞാൽ ശരീരത്തിലൊക്കെ തൊലിയൊക്കെ ചുളിഞ്ഞ് പ്രായം കാണിക്കുന്ന, പ്രായം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥാന്തരം, ഒരു ഭേദമാണ്. അതുപോലെ നരദേൻ, തലമുടിയൊക്കെ വെളുത്ത് ഇരിക്കണ കണ്ടില്ലേ? അപ്പോൾ ഈ ജരയും നരയും ദേവന്മാർക്ക് ഇല്ലായിരുന്നു. ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട് ജരാനരകൾ വന്നു. അത് മാറുന്നതിന് ഇനി എന്താ വഴി എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് പാലാഴി കടഞ്ഞ് അതിൽ നിന്ന് അമൃതം എടുത്ത് ഒരു തൊള്ളി അമൃതം അങ്ങോട്ട് സേവിച്ചാൽ മതി, ജരയും നരയൊന്നും പിന്നെ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് അവർ പാലാഴി കടയാനായിട്ട് തീരുമാനിച്ചു. പാലാഴി കടഞ്ഞു തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഓരോരോ വസ്തുക്കൾ ഇങ്ങനെ പൊങ്ങി വന്നു. അതാണ് പറയുന്നത്, രഥൈർ മഹാർഹൈ, വിലപിടിപ്പുള്ള, വില മതിക്കാനാവാത്ത രത്നങ്ങൾ ധാരാളമായിട്ട് വന്നു, മതിക്കാനാവാത്ത രത്നങ്ങൾ വന്നു. എന്നിട്ടും തുഷപൂർണ ദേവ, ദേവന്മാർക്ക് യാതൊരു സന്തോഷം ഉണ്ടായില്ല. തുഷുവു എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, എന്നാൽ തുഷുവു സന്തോഷിച്ചില്ല, ഒരു സംതൃപ്തി ഉണ്ടായില്ല, സന്തോഷം ഉണ്ടായില്ല. പിന്നെ വന്നതെന്താ? നബേജിരേ ഭീമ വിഷേണ ഭീതി. ഭീമവിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിഷം. പാലാഴി കടഞ്ഞപ്പോഴല്ലേ വാസുകി കാളകൂടം അല്ലെങ്കിൽ ഹലാഹലം എന്ന് പറയുന്ന ആ കൊടും വിഷം അങ്ങ് ശക്തിക്കാൻ തുടങ്ങി. ഭൂമി ഒരു തുള്ളി വീണാൽ മതി, ഭൂമി അങ്ങോട്ട് നശിക്കും. അപ്പോഴല്ലേ നമ്മുടെ മഹാദേവൻ ലോകരക്ഷാർത്ഥം ചെന്ന് 2 കയ്യിലും നീക്കി വാസുകിയുടെ ആ വിഷം, കാളകൂട വിഷം അങ്ങ് ഇത് കയ്യിൽ നിറയാൻ തുടങ്ങി. കൈ നിറഞ്ഞു കഴിഞ്ഞ് താഴേക്ക് വീണ ഭൂമി നശിക്കില്ലേ? അതുകൊണ്ട് ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി മഹാദേവൻ വാസുകിയുടെ പാലാഴി മഥനകാലത്ത് അധ്വാനം കൊണ്ട് പിടിയും വലിയല്ലേ വാസുകി എന്ന് പറയുന്ന സർപ്പരാജൻ ആ വിഷം അങ്ങ് കുടിച്ചു. അതുകൊണ്ടല്ലേ ഭഗവാൻ ശിവന് കഴുത്തിൽ നീലം എന്ന് പറഞ്ഞാൽ പാർവതി ഓട്ടിയലച്ച് വന്നില്ലേ? തൻ്റെ ആര്യൻ ഭർത്താവ് ആര്യപുത്രൻ വിഷം കുടിച്ചേക്കണമെന്ന് കേട്ട വഴിക്ക് കൈലാസത്തിൽ നിന്ന് വന്നു വിഷം കീഴ്പോട്ടെ ഇറങ്ങാണ്ട് തൊണ്ടയിൽ മുറുകെ പിടിച്ചു. പുറത്തേക്ക് തുപ്പിയാൽ ഭൂമി നശിക്കും. ദേവരും പിടിച്ചു, ദേവന്മാരും പിടിച്ചു. തവട്ടെ ഇരുന്നങ്ങോട്ട് ഉറച്ചു. അന്ന് തൊട്ടാണ് ഭഗവാൻ പരമശിവനെ കണ്ഠത്തിൽ നീലനിറമുണ്ടായതും നീലകണ്ഠൻ എന്നുള്ള പേര് ഉണ്ടായതും. അപ്പോൾ അതാണ് അങ്ങനെ ഭീമവിഷേണ, വളരെ ശക്തി കൂടിയ കാളകൂട വിഷം പുറത്തു വന്നിട്ടും നാഭേജിരേ, ഭയപ്പെട്ടില്ല. ദേവന്മാരും അസുരന്മാരും ഭയപ്പെട്ടില്ല.
വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ വന്നു, സന്തോഷിച്ചില്ല. ഭീമവിഷം കാളകൂടം വന്നു, ഒട്ടും തന്നെ ഭയപ്പെട്ടില്ല. എന്താ കാരണം? സുധാം വിന ന പ്രയയൂർവിരാമം. വിരമിക്കില്ല, പിന്മാറില്ല, ഇത് മതിയാക്കി പോവില്ല. എങ്ങനെ വിശ്രമമില്ല. ഇപ്പോൾ സുധാം വിന, സുധ എന്ന് പറഞ്ഞാൽ അമൃത്. അമൃതിന് വേണ്ടിയാണ് പാലാഴി കടന്നത്. അമൃത് കിട്ടാതെ ഈ ശ്രമം നിർത്തിവെക്കില്ല. പാലാഴി കടയിൽ നിർത്തിവെക്കില്ല. അതാണ് ദേവന്മാരുടെ തീരുമാനം. അന്ന് അങ്ങനെയായിരുന്നു, അങ്ങനെയാണ് സംഭവിച്ചത്. നിശ്ചിതാർത്ഥാത്വിരമന്തിരീര. അതുപോലെയാണ് നിശ്ചിതാർത്ഥാത്. ഒരു കാര്യം നിശ്ചയിച്ചാൽ, ഒരു ലക്ഷ്യം വച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വിരമന്തി ധീര, ധീരന്മാരായിട്ടുള്ളവരും പിന്മാറുകയില്ല. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് മഹാത്മാരായ ധൈര്യശാലികളായി പ്രകീർത്തിക്കുന്ന ദേവന്മാരെ തങ്ങൾക്ക് അമൃത് ലഭിക്കുന്നതുവരെ പാലാഴി മഥനത്തിൽ നിന്നും പിന്മാറിയില്ല. വിലപിടിപ്പുള്ള രത്നങ്ങൾ ലഭിച്ചു, മഹാലക്ഷ്മി വന്നു, ഉച്ചൈസ്രവസ്സു വന്നു, ഐരാവതം വന്നു, അങ്ങനെ പല 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 വിശിഷ്ട വസ്തുക്കളും വന്നു. ഒരിക്കലും ദേവന്മാർ പ്രവർത്തി തൃപ്തിപ്പെട്ടില്ല. ഭീമവിഷം, കാളകൂട സർപ്പം വന്നു, ഉപദ്രവങ്ങൾക്കും തുടങ്ങി. പക്ഷേ അവർ പിന്മാറിയില്ല. അമൃത് കിട്ടുന്നത് വരെ ആ യജ്ഞം തുടർന്നു, ആ പ്രവർത്തനം തുടർന്നു. അതുപോലെയാണ് ധീരന്മാരായിട്ടുള്ള പ്രയത്നശാലികളായിട്ടുള്ളവരും തങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലെത്താതെ പിന്മാറുകയില്ല. തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറുകയില്ല. രാമായണത്തിലുണ്ടല്ലോ നല്ല ഉദാഹരണം. സീതാദേവിയെ കണ്ടെത്തിപ്പിടിക്കാനായിട്ട് ലങ്കയിലേക്കാണ് ഹനുമാൻ ചാടുകയാണ്. സമുദ്രത്തിൻ്റെ മീതെ കൂടി ചാടുമ്പോൾ ഹനുമാൻ വരുന്നു. ശ്രീരാമകാര്യാർത്ഥം വരുന്നതാണ്. അദ്ദേഹത്തിന് ചാട്ടത്തിന് ലങ്കയിലെത്താൻ വല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്നിരുന്ന് വിശ്രമിച്ചോട്ടെ വെച്ചിട്ട് ഹിമവാന്റെ പുത്രനായ മൈനാകപർവ്വതം പൊങ്ങി വന്നു. ഹനുമാൻ പറഞ്ഞു, ഞാൻ വിശ്രമിക്കുകയില്ല, ഞാൻ രാമകാര്യാർത്ഥം പോകുന്ന ആളാണ്, ആ കാര്യം നടന്നല്ലാതെ എനിക്കിനി വിശ്രമമില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രാമായണത്തിൽ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. ഔഷധം കൊണ്ടുവരാൻ പോയി. ശ്രീരാമനും ലക്ഷ്മണനുമൊക്കെ നാഗശാപമൊക്കെ ഏറ്റ് അങ്ങനെ മരണം, ഓരോ ശാപങ്ങൾ അസ്ത്രങ്ങളേറ്റ് മോഹാലസ്യപ്പെട്ട് യുദ്ധഭൂമിയിൽ വീണ് കിടക്കുമ്പോൾ ജാമ്പവാൻ വന്ന് പറഞ്ഞു, ഹനുമാൻ നീ അല്ലാതെ ഒരാളില്ല, വൃഷഭാദ്രിയിൽ പോയിട്ട് ഔഷധം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് മൃതസഞ്ജീവിനി കൊണ്ടുവരാനായിട്ട് പോവുക. ആ സമയത്ത് ഹനുമാനെ തടസ്സം നിന്നു കാലനേമി എന്ന് പറയുന്ന അസുരൻ. ഹനുമാൻ ആ തടസ്സത്തിലൊന്നും പെട്ടു നിന്നില്ല. വെള്ളം കുടിക്കണമെന്നൊക്കെ തോന്നി, കൊടുത്ത വെള്ളം കുടിച്ച് വിശ്രമിച്ച് ഇരുന്ന് എന്നിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് ആ പിടിയിലൊന്നും പെടാതെ നേരെ വൃഷഭാദ്രിയിൽ ചെന്ന് ഔഷധം മല തന്നെ, ഔഷധം എന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് മല തന്നെ എടുത്തുകൊണ്ടുവന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ ധീരന്മാരായിട്ടുള്ളവരുടെ ലക്ഷ്യം എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും തങ്ങൾ ഉദ്ദേശിച്ച കാര്യം ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരർത്ഥം. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാം. രഥൈർമഹാർക്കൈസ്തുഷവൂർണദേവ നവേജിരേ ഭീമവിഷേണ ഭീതിം സുധാം വിനാ പ്രയയൂർവിരാമം സുധാം വിനാ ന പ്രയയൂർവിരാമം ന നിശ്ചിതാർത്ഥാദ്വിരമന്തി ധീര. ഇന്നത്തെ സാഹിത്യചിന്ത ഈ ഒരു ശ്ലോകമായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ തോന്നുന്നു. ഒരു ദിവസം അവസരം കിട്ടുമ്പോൾ മറ്റാർക്കെങ്കിലും, കുട്ടികൾക്കോ കൂട്ടുകാർക്കോ സ്വന്തം കുടുംബാംഗങ്ങൾക്കോ ഈ ശ്ലോകമൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് ശ്ലോകമൊന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കൂ.
പ്രാർത്ഥിച്ച ഭാഗ്യമായി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.